Hey guys, good morning. Hope you are doing and going well. And today we discuss about our history first chapter, the rise of nationalism in Europe. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, നാഷണലിസം, യൂറോപ്പിലെ നാഷണലിസത്തിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ റൈസ്, അതിൻ്റെ അവരുടെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത്. നാഷണലിസം എന്താണെന്ന് നമ്മൾ നോക്കിയില്ലേ. വാട്ട് ഇസ് നാഷണലിസം? നാഷണലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കൺട്രിയിൽ താമസിക്കുന്ന, ഇന്ത്യ ആയിക്കോട്ടെ ഏത് കൺട്രി ആയിക്കോട്ടെ, ഒരു കൺട്രിയിൽ താമസിക്കുന്ന ആസ് എ ഹ്യൂമൻ ബീങ്, ഒരു സിറ്റിസണ് ആ കൺട്രിയോടുള്ള ഒരു ലവ്, അഫെക്ഷൻ, റെസ്പെക്റ്റ്, അതുപോലെ കൺട്രിയിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഫ്രീഡം, റൈറ്റ്സ്, ഇതിനെല്ലാമാണ് നമ്മൾ നാഷണലിസം എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ ത്രൂ ഔട്ടായിട്ട് നമ്മൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു കൺട്രിയും എങ്ങനെയൊക്കെയാണ് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നതൊക്കെ. അപ്പോൾ ഈ ഒരു കൺട്രിയിൽ എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ള ജസ്റ്റ് ഒരു ഇൻട്രോ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് നാഷണലിസം, അല്ലെങ്കിൽ നാഷണലിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്താണെന്നാണ്. നെക്സ്റ്റ് യൂറോപ്പിലെ ഹ്യൂമൻ ബീയിങ്സ് എങ്ങനെ ഒരു കൺട്രി, അതായത് അവർ എല്ലാവരും കൂടെ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കൺട്രിയുടെ അണ്ടറിൽ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫ്രഞ്ച് റെവല്യൂഷൻ നാഷണലിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ എന്ത് ഇമ്പാക്റ്റാണ് വരുത്തിയിട്ടുണ്ടായിരുന്നത്. ദെൻ നെപ്പോളിയൻ്റെ റോൾ എന്തായിരുന്നു, അതുപോലെ ജർമ്മനി, ഇറ്റലി പോലെയുള്ള കൺട്രീസൊക്കെ എങ്ങനെ സെപ്പറേറ്റായി, അവരൊക്കെ എങ്ങനെ മൊണാർക്കിയായി എന്നാണ്. ദെൻ നമ്മുടെ കൾച്ചർ, ലാംഗ്വേജ്, ആർട്ട് എന്നീ ആക്ടിവിറ്റീസൊക്കെ നാഷണലിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ എങ്ങനെയൊക്കെ ഹെൽപ്പാക്കിയിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത് കേട്ടോ. Important points to mention to student, important point to mention about this chapter: nationalism and French Revolution, Napoleon and his reforms, unification of Germany, unification of Italy, role of culture and romanticism, nationalism and imperialism. ഓക്കെ, അതിൽ നമ്മൾ വേറൊരു കോൺസെപ്റ്റും ചെറിയൊരു പോയിൻറ്റും കൂടെ പറയുന്നുണ്ട്. ഒരു കൺട്രിയിൽ താമസിക്കുന്ന ആളുകൾ അവരുടെ ഓൺ ലാംഗ്വേജ് ആൻഡ് ദെയർ ഓൺ കൾച്ചർ ആൻഡ് ദെയർ ഫ്രീഡം, അവരുടെ ലാംഗ്വേജ്, കൾച്ചർ, ഫ്രീഡം ഇതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമേ അവിടെ നാഷണലിസം ഡെവലപ്പ് ആകുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഒരു കൺട്രിയിൽ താമസിക്കുന്ന എല്ലാ ആളുകളും അവിടുത്തെ ലാംഗ്വേജ്, കൾച്ചർ, അതുപോലെ അവരുടെ ഫ്രീഡം, ഇൻഡിപെൻഡൻസ് ഇതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമേ ആ ഒരു കൺട്രിയിൽ നാഷണലിസം വളർന്നു വരുന്നുള്ളൂ, അല്ലെങ്കിൽ ഡെവലപ്ഡ് ആകുന്നുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. അതിൽ നമുക്കവിടെ ഒരു കോട്ട് വരുന്നുണ്ട്: ഹിസ്റ്ററി ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദി പാസ്റ്റ്, ഇറ്റ് ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് ഹൗ നേഷൻസ് ആൻഡ് പീപ്പിൾസ് were ഫോംഡ്. ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മൾ പാസ്റ്റിനെ കുറിച്ചിട്ട് പഠിക്കുന്നത് മാത്രമല്ല, ആൻഡ് ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് ഹൗ നേഷൻ ആൻഡ് പീപ്പിൾസ് ആർ ഫോംഡ്, നേഷനും പീപ്പിളും എങ്ങനെ ഫോമായി എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതും കൂടെ, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും കൂടെയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നു. നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നൊരു കോട്ടാണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി ഫസ്റ്റ് ഡിസ്കസ് അബൌട്ട് ദി ഫ്രെഡറിക് സോറിയോ. ഹി വാസ് എ ഫ്രഞ്ച് ആർട്ടിസ്റ്റായിരുന്നു ഫ്രെഡറിക് സോറിയോ. ഇൻ 1848 പ്രിപ്പയർഡ് എ സീരീസ് ഓഫ് 4 prints വിഷ്വലൈസിങ് ഹിസ് ഡ്രീം ഓഫ് എ വേൾഡ്. 1848 അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം വേൾഡിനെ കുറിച്ചിട്ട് അദ്ദേഹം മനസ്സിലാക്കിയിട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു 4 ഇമേജസ് ഇദ്ദേഹം വരച്ചിട്ടുണ്ടായിരുന്നു. ഡെമോക്രാറ്റിക് ആൻഡ് സോഷ്യൽ റിപ്പബ്ലിക് ആയിരുന്നു കൂടുതലായിട്ടും അദ്ദേഹം സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദ ഡ്രീം ഓഫ് ദി വേൾഡ് വൈഡ് ഡെമോക്രാറ്റിക് ആൻഡ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്, നമ്മുടെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ലോകത്തെ എല്ലാ ഭാഗങ്ങളിലുള്ള ഡെമോക്രാറ്റിക് ആൻഡ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കുകളെ, അവരുടെ ഡെമോക്രാറ്റിക് ആൻഡ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കുകളുടെ ഒരു ഡ്രീം, ഈ ഡെമോക്രാറ്റിക്കിലും സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിലൊക്കെ ഉള്ള ആളുകളുടെ ഒരു ഡ്രീമും കൂടെയാണ് അദ്ദേഹത്തിൻ്റെ പിക്ചേഴ്സിലൂടെ ആളുകളിലോട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് പ്രിൻ്റ് ഓഫ് ദ സീരീസ്, അദ്ദേഹത്തിൻ്റെ സീരീസിൻ്റെ, അതായത് ഫസ്റ്റായിട്ട് വരച്ച പിക്ചറിൽ എന്തായിരുന്നു നോക്കാം കേട്ടോ. ദ പീപ്പിൾ ഓഫ് യൂറോപ്പ് ആൻഡ് അമേരിക്ക മാർച്ചിങ് ഇൻ എ ലോങ് ലൈൻ ആർ പേയിങ് ഹോമേജ് ടു ദി സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലിബർട്ടി. ദിസ് ഷോസ് ദാറ്റ് ദേ വാണ്ടഡ് ആൻഡ് അപ്രീഷിയേറ്റഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി.
ഫസ്റ്റ് പ്രിൻറ്റിൽ എന്താ പറയുന്നത്, യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഉള്ള അവിടുത്തെ ഹ്യൂമൻ ബീയിങ്സ് അവരെന്ത് ഒരു ലോങ് ലൈനായിട്ട് ഒരു നീണ്ട വരിയായിട്ട് അവർക്ക് ഫ്രീഡം കിട്ടിയിട്ടുള്ള ആ ഒരു പ്രതിമയുടെ അതിനൊരു റെസ്പെക്റ്റ് അറിയിച്ചുകൊണ്ട് എല്ലാവരും ആ ഒരു പ്രതിമയുടെ അടുത്തോട്ട് ഇങ്ങനെ നടന്നു പോകുന്ന രീതിയിലുള്ള ഒരു പിക്ചറാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് അവർ എന്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുടെ ലിബേർട്ടി, അതായത് അവരുടെ ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി, അവരുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ, ഇതിനെയൊക്കെ ഈ 3 ആക്ടിവിറ്റീസിനെയും ഈ 3 പ്രിൻസിപ്പിൾസിനെയും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ലിബേർട്ടിയും ഇക്വാലിറ്റിയും ഫ്രറ്റേണിറ്റിയും വേണമെന്ന് അവർ ഇഷ്ടപ്പെടുന്നുണ്ട്, അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ട് ശരിക്കും അത് നടക്കാൻ ചാൻസ് ഇല്ല, പക്ഷെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെ അവർക്ക് നടന്നതായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഡ്രീമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരച്ചിട്ട് നമ്മുടെ ഫ്രെഡറിക്ക് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രിൻറ്റിൽ അതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. Then, in the second print of the series, allegory of liberty in female figure holding torch of enlightenment in one hand and charter on rights of man on other hand. സെക്കൻഡ് പിക്ചറിൽ എന്തായിരുന്നു, ഒരു എന്താ പറയുക, നമ്മുടെ ലിബർട്ടി ഓഫ് ഫീമെയിൽ ഫിഗർ, ഒരു ഫീമെയിൽ ഫിഗറിൻ്റെ ഒരു പിക്ചർ. അതിൽ ഒരു കയ്യിൽ എന്തുണ്ട്, അലഗോറി ഓഫ് ലിബർട്ടി, ഒരു സ്ത്രീ രൂപം അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്രീഡത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു നമ്മുടെ പറയുന്നത് അവർക്ക് ഫ്രീഡം കിട്ടിയതിൻ്റെ ഒരു ഇമാജിനേഷനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൂഫായിട്ട് അവരെന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു അലഗോറി ഓഫ് ലിബേർട്ടി, ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ഫിഗർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇൻ വൺ ഹാൻഡ്, ഒരു കയ്യിൽ അവരുടെ എൻലൈറ്റ്മെൻറ്റ് ടോർച്ച് ഓഫ് എൻലൈറ്റ്മെൻറ്റ്, അവർക്ക് ഫ്രീഡം കിട്ടി അല്ലെങ്കിൽ അവർ ഫ്രീഡം, എല്ലാവരും എന്താണ്, അവർ ഫ്രീ ബേർഡ്സ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിക്ചർ, ഒരു ടോർച്ച് പിടിച്ചിട്ട്, ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു തീപ്പന്തമല്ലേ നമ്മൾ കാണാറുണ്ട്, ഒരു വലിയൊരു സ്റ്റിക്കിൻ്റെ എൻഡിലൊരു ക്ലോത്ത് ചുറ്റിയിട്ട് അതിന്മേൽ നമ്മൾ കെറോസിൻ ഓയിലൊക്കെ ഒഴിച്ചിട്ട് തീ കൊടുക്കുമ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യും, നമുക്ക് കത്തിയിട്ട് കാണാൻ പറ്റില്ലേ, അതുപോലെയുള്ള തീപ്പന്തം പോലെയുള്ള ഒരു എൻലൈറ്റ്മെൻറ്റിൻ്റെ ടോർച്ച് എന്നാണ് അവർ പറയുന്നത് കേട്ടോ, അവരുടെ സമാധാനത്തിൻ്റെ ഒരു വെളിച്ചം എന്നൊക്കെ പറഞ്ഞിട്ട് അത് പിടിച്ചിട്ടുണ്ട്. മറ്റുള്ള കയ്യിൽ അതർ ഹാൻഡ് നമ്മുടെ റൈറ്റ്സ് ഓഫ് മാൻ, മനുഷ്യരുടെ അവകാശങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു ചാർട്ടും പിടിച്ചിട്ടുള്ള ഒരു ഫീമെയിൽ ഫിഗറാണ് സെക്കൻഡ് പിക്ചറായിട്ട് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഇങ്ങനെ വരക്കുന്ന എന്തിനാണ്, ഇങ്ങനെയൊക്കെ നടക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കുമോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ ഇതെല്ലാം നടന്നതായിട്ട് കാണിക്കുന്ന വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിക്ചേഴ്സൊക്കെ കൊടുക്കുന്നത്. And third picture is, in the third print of the series, shattered remains of the symbols of absolutist institutions. Absolutist institutionൻ്റെ, അതായത് ഷാറ്റേഡ് ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള ഒരു പാട്ടുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നത് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് വരച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ അബ്സല്യൂട്ടിസ്റ്റ് എ ഗവൺമെൻറ് വിത്ത് അൺലിമിറ്റഡ് പവർ. അബ്സല്യൂട്ടിസ്റ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത് അവർക്ക് അൺലിമിറ്റഡ് ആയിട്ട് പവർ ഉള്ള ഒരു ഭരണരീതിയാണ്. അതായത് അവർക്ക് അൺലിമിറ്റഡ്, അബ്സല്യൂട്ടിസ്റ്റ് ഗവൺമെൻറ് ഇറ്റ്സ് എ ഗവൺമെൻറ് സിസ്റ്റം. അവർക്ക് എന്തായിരിക്കും, അൺലിമിറ്റഡ് പവർ ആയിരിക്കും. അവർക്ക് എന്ത് കാര്യങ്ങളും അവർക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് തീരുമാനിക്കാൻ പറ്റും. എ ഫോം ഓഫ് മൊണാർക്കിക്കൽ ഗവൺമെൻറ് ദാറ്റ് വാസ് സെൻട്രലൈസ്ഡ്, മിലിറ്ററൈസ്ഡ് ആൻഡ് റെപ്രസീവ്. ഇവർക്ക് എന്തുണ്ട്, ഈ അബ്സല്യൂട്ടിസ്റ്റ് ഗവൺമെൻറ് നമ്മൾ പറഞ്ഞു, അവരുടെ ഗവൺമെൻറ് സിസ്റ്റമാണ്. അവർക്ക് മിലിറ്ററി ഉണ്ട്, അതുപോലെ സെൻട്രലൈസ്ഡ് ആണ്, ഗവൺമെൻറ്റിൻ്റെ കൂടി ദ റെപ്രസീവ്. അവർ ഒരുപാട് അടിച്ചമർത്തലുകളും അവോയ്ഡ് കാര്യങ്ങളും മാറ്റി നിർത്തപ്പെടലുകളൊക്കെ ഫേസ് ചെയ്യുന്നവരാണ്. ഇങ്ങനെ പ്രശ്നം ഫേസ് ചെയ്യുന്ന ഒരു അബ്സല്യൂട്ടിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള പോർഷനൊക്കെയുള്ള, കാരണം ഇങ്ങനെ അൺലിമിറ്റഡ് പവർ ഉണ്ടാകുമ്പോൾ അത് അവരെന്ത് ചെയ്യും, അവരെ കൂടുതലായിട്ട് യൂസ് ആക്കും. അത് അവരെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളൊരു പിക്ചറാണ് തേർഡ് സീരീസിൽ കൊടുത്തിട്ടുണ്ടായത്. ദെൻ ഇൻ ദി ഫോർത്ത് പ്രിൻ്റ് ഓഫ് ദി സീരീസ്, it refers to his utopian vision in which the people of the world are shown marching together on the path of development.
അവിടെയുള്ള നമ്മുടെ വേൾഡ് വൈഡ് ആയിട്ടുള്ള അതല്ലെങ്കിൽ നമ്മുടെ ലോകത്തിലെ ജനങ്ങളൊക്കെ എല്ലാവരും ഒരുമിച്ചിട്ട് ഒറ്റക്കെട്ടായ ഒരു ഗ്രൂപ്പായിട്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ദ വേ ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ വഴികളിലൂടെ നടന്നു പോകുന്ന അല്ലെങ്കിൽ മുന്നേറുന്നതായിട്ടുള്ള ഒരു പിക്ചറാണ് 4th വരച്ചിട്ടുണ്ടായിരുന്നത്. അതിനെന്താ പറയുന്നത്, നമ്മുടെ വേൾഡ് എന്ന് പറയുന്നത് ഇക്വാലിറ്റിയോട് അതുപോലെ ഡെമോക്രാറ്റിക് ആയിട്ടൊക്കെ ഉണ്ടാകണം എന്നുള്ള ആ ഒരു സ്വപ്നം, ആ ഒരു ഡ്രീം എല്ലാ ആളുകൾക്കും ഉണ്ട്. അപ്പോൾ എല്ലാ ആളുകളുടെയും ഈ ഒരു ഡ്രീമിനെ ഇദ്ദേഹം നമ്മളെല്ലാവരും നല്ല ഇക്വാലിറ്റിയോട് കൂടെ ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ട് മൂവ് ഓൺ ചെയ്ത് പോകുന്ന നല്ലൊരു പീസിൻ്റെ വേയിലൂടെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സക്സസിൻ്റെ വേയിലൂടെ മുൻപോട്ടേക്ക് പോകുന്ന ടൈപ്പ് ഓഫ് പിക്ചറാണ് 4th സീരീസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ എന്തായിരുന്നു, ഇറ്റ്സ് എ വിഷൻ ഓഫ് വേൾഡ് പീസ് ആൻഡ് പ്രോസ്പെരിറ്റി, ലോകത്തിൻ്റെ സമാധാനത്തെയും അതുപോലെ അവരുടെ പ്രോസ്പെരിറ്റിയും പീസിനെയും ഒക്കെ കാണിക്കുന്ന ഒരു വിഷനായിരുന്നു. ഇറ്റ്സ് എ ഡ്രീം. ഇതെന്തോന്ന് ശരിക്കും നടക്കാൻ ചാൻസ് ഇല്ല, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇദ്ദേഹം പിക്ചറിലൂടെ കാണിച്ചതായിരുന്നു. ആൻഡ് ഉട്ടോപ്യൻ വിഷൻ, നമ്മൾ പറഞ്ഞു ഉട്ടോപ്യൻ വിഷൻ അല്ലേ, ഉട്ടോപ്യൻ വിഷൻ എ വിഷൻ ഓഫ് സൊസൈറ്റി ദാറ്റ് ഈസ് സോ ഐഡിയൽ ദാറ്റ് ഇറ്റ് ഈസ് അൺലൈക്ലി ടു ആക്ച്വലി എക്സിസ്റ്റ്. ഉട്ടോപ്യൻ വിഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും അത് നടക്കാൻ ചാൻസ് ഉള്ള വളരെ പ്രയാസമുള്ള അല്ലെങ്കിൽ നല്ല ഡിഫിക്കൽട്ടാണ് ഈ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതെന്തായിരിക്കും, അത് നടക്കാൻ ചാൻസ് ഇല്ല, എന്നാൽ അത് നമ്മൾ നടന്നതായിട്ട് നമ്മൾ കാണിക്കുന്നതിനെയാണ് ഉട്ടോപ്യൻ വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ എഫക്റ്റ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ്റെ എഫക്റ്റായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു നോക്കാം കേട്ടോ. സോവറിറ്റി വാസ് ട്രാൻസ്ഫേർഡ് ഫ്രം മൊണാർക്കി ടു എ ബോഡി ഓഫ് ഫ്രഞ്ച് സിറ്റിസൺസ്. ആ ഒരു കൺട്രിയുടെ സോവറിറ്റി, അതായത് അവരുടെ ഫുൾ ഓഫ് പവർ, പരമാധികാരം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ആ ഒരു കൺട്രിയുടെ ഫുൾ ഓഫ് പവർ അവരെന്ത് ചെയ്തു, അവരുടെ കിങ്ങിൽ നിന്ന്, രാജാവിൽ നിന്ന് ഫ്രഞ്ച് സിറ്റിസൺസിന് ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. Then, now the people had power to constitute the nation and shape its destiny. ഇനി എന്ത് ചെയ്തു, ഇവരുടെ പവർ കൊടുത്തു അല്ലേ. അപ്പോൾ ഇനി ഈ ഒരു കൺട്രിയെ മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ ഒരു ഫ്യൂച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെയുള്ള കാര്യങ്ങൾ ആർക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? യെസ്, ഫ്രഞ്ച് പീപ്പിൾസിനായിരുന്നു, ഫ്രഞ്ചിലെ ജനങ്ങൾക്കായിരുന്നു. ആർക്കാണ് ഫ്രഞ്ച് റവല്യൂഷൻ്റെ എഫക്റ്റായിട്ട് വന്നിട്ടുണ്ടായതാണ് ഫ്രഞ്ചിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വാസ് ട്രാൻസ്ഫർഡ് ഫ്രം മൊണാർക്കി ഫ്രഞ്ച് സിറ്റിസണാണ് പവർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ആ കൺട്രിയെ കംപ്ലീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞത് ഫ്രഞ്ച് സിറ്റിസൺ ആയിരുന്നു. എ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് യൂണിഫോം ലോസ് വർ ഫോർമുലേറ്റഡ് ഫോർ ഓൾ സിറ്റിസൺസ് വിത്തിൻ ദി ഫ്രഞ്ച് ടെറിറ്ററിയുടെ ഉള്ളിലുള്ള എല്ലാ ആളുകൾക്കും യൂണിഫോം ലോ, എല്ലാവർക്കും ഒരേ നിയമമാണെന്ന് അവർ മുൻപോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരേ നിയമങ്ങൾ, എല്ലാവർക്കും ഒരേ ലോസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് ആയിരുന്നു. അതിൽ നമ്മൾ ഫ്രെഡറിക് സോറോയുടെ 4 പിക്ചേഴ്സ്, അദ്ദേഹം ആരായിരുന്നെന്നും ജസ്റ്റ് അവരുടെ ക്യാരക്ടറും അവരുടെ പ്രൊഫൈലും അദ്ദേഹത്തിൻ്റെ ഉട്ടോപ്യൻ വിഷനിലൂടെ അദ്ദേഹം കണ്ടിട്ടുള്ള 4 പ്രിൻ്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് എഫക്റ്റ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷനും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് വി ഡിസ്കസ് ഇൻ അവർ നെക്സ്റ്റ് പാർട്ട്.